നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ഫാക്ട്: അടുത്തിടെ അന്തരിച്ച ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലപ്പകർച്ചകൾ? കാലപ്പകർച്ചകൾ എന്നത് ദേവകി നിലയങ്ങോടിന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അടുത്തിടെ അന്തരിച്ച ഏത് പ്രശസ്ത എഴുത്തുകാരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലപ്പകർച്ചകൾ എന്ന് ചോദിച്ചാൽ ദേവകി നിലയങ്ങോട്. ദേവകി നിലയങ്ങോട് കാലപ്പകർച്ചകൾ. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത്. ഓർക്കുക, ഓക്സിജൻ പാർക്ക് പാളയം, തിരുവനന്തപുരം. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി PSC 1 മാർക്ക് ചോദ്യം. കൊല്ലത്ത് വെച്ചാണ് 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. കൊല്ലം. സ്കൂൾ കലോത്സവം പോലെ തന്നെ സ്കൂൾ കായികോത്സവം ഉണ്ട്. അപ്പൊ 2023 കേരള സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂര്. സ്കൂൾ കായികോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ തൃശ്ശൂര്, സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ കൊല്ലം. ഒന്നുകൂടെ പറ: കലോത്സവം കൊല്ലം, കായികോത്സവം തൃശ്ശൂര്. കലോത്സവം കൊല്ലം, കായികോത്സവം തൃശ്ശൂര്. 2023 ഭൗമ സൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ വെറ്റില ഏത്? ഔദൂർ വെറ്റില. ഔദൂർ വെറ്റില. 2023 ഭൗമ സൂചിക പദവി GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിലെ വെറ്റിലയാണ് ഔദൂർ വെറ്റില. ഔദൂർ വെറ്റില. കേരളീയം 2023 ലോഗോ ഡിസൈൻ ചെയ്തത് ആരാണ്? കേരളീയം 2023 ലോഗോ ഡിസൈൻ ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. ബോസ് കൃഷ്ണമാചാരിയാണ് കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത്. മലയാള സാംസ്കാരിക വേദിയുടെ 6ാമത് കാക്കനാടൻ പുരസ്കാരം നേടിയതാര്? KV മോഹൻകുമാർ. KV മോഹൻകുമാറാണ് മലയാള സാംസ്കാരിക വേദിയുടെ 6ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത്. അപ്പൊ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. LGSന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ ഡിസംബർ മാസം തന്നെ വരാൻ പോകുന്നു. അപ്പോൾ പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. 2024 വർഷം നിങ്ങൾക്കുള്ളതായിരിക്കണം. 2-3 ജോലികൾ നിങ്ങൾ നേടിയെടുത്തിരിക്കണം. കാരണം ഒരുപാട് അവസരങ്ങളുണ്ട്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് 2-3 ജോലികൾ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC LGS ബാച്ചുകൾ നടന്നു വരികയാണ്. അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. ഇപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് സീറ്റുകൾ മാത്രമേ പക്ഷെ ബാക്കിയുള്ളൂ. ഉടനെ തന്നെ അഡ്മിഷൻ ക്ലോസ് ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. LDC LGS എല്ലാ സബ്ജക്റ്റും എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട SCRT NCRT ചാപ്റ്റേഴ്സും കൂടെ തന്നെയാണ് പഠിച്ചു പോകുന്നത്. പിന്നെ ഒരു പ്രത്യേകത, എപ്പോ വേണമെങ്കിലും എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിലുണ്ട്. ചാറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. എപ്പോ വേണമെങ്കിലും എന്ത് ഡൗട്ടും എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC ചോദിക്കുന്ന ഷുവർ ഷോർട്ട് GK ഉൾപ്പെടെയാണ് നിങ്ങളെ പഠിപ്പിച്ച് എക്സാമിന് വിടാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വർക്കൗട്ട് ഉണ്ട്, ഫുൾ സിലബസ് കവറേജ് ഉണ്ട്, SCRT കവറേജ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാനുള്ള അവസരവും ഉണ്ട്. ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വരുന്ന പരീക്ഷ LDC ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾക്ക് പോലും നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു. കാരണം എല്ലാത്തിനും കോമൺ സിലബസ് ആണല്ലോ. അപ്പൊ നിങ്ങൾ LDCക്ക് വേണ്ടി കോഴ്സ് എടുത്താലും ഏത് പരീക്ഷ വന്നാലും ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ഇന്ന പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. LDCക്ക് വേണ്ടിയാണ് നിങ്ങൾ കോഴ്സ് എടുക്കുന്നതെങ്കിലും ഏതൊരു എക്സാം വന്നാലും ഏതൊരു പരീക്ഷ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളെ പരിശീലിപ്പിച്ച് വിടുന്നത്. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. 2023 ലോക്മാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. 2023 ലോക്മാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദി. അടുത്ത ഫാക്ട്, 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഖാനുൻ ചുഴലിക്കാറ്റ്. ഖാനുൻ ചുഴലിക്കാറ്റ് 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ, എന്നീ പ്രദേശങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഖാനുൻ ചുഴലിക്കാറ്റ്. ഖാനുൻ ചുഴലിക്കാറ്റ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം വേദി എവിടെയാണ്? ദുബായ്. വേദി എവിടെയാണ്? ദുബായ്. ഇമ്പോർട്ടന്റ് ആണ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം വേദി എവിടെ? ദുബായ് ആണ്. 2023 നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചതാര്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോ. നീരജ് ചോപ്രയുടെ കായിക ഇനം ഏതാണ്? ജാവലിൻ ത്രോ. 2023 നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? സ്വർണ്ണ മെഡൽ നേടുന്നത് ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. ഓക്കെ, അപ്പൊ പറഞ്ഞ ഫാക്ട്സ്. കാലപ്പകർച്ചകൾ എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ചോദിച്ചാൽ ദേവകി നിലയങ്ങോടിന്റെ ഓർമ്മക്കുറിപ്പാണ് കാലപ്പകർച്ചകൾ. ഓക്സിജൻ പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ്. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. സ്കൂൾ കായികോത്സവ വേദി തൃശ്ശൂര്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ വെറ്റില ഏതാണ്? ഔദൂർ വെറ്റില. കേരളീയം 2023 ലോഗോ ഡിസൈൻ ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. മലയാള സാംസ്കാരിക വേദിയുടെ 6ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV മോഹൻകുമാറിനാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി നാഗ്പൂരാണ്. നാഗ്പൂർ. 2023 ലോക്മാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താ? ഖാനുൻ ചുഴലിക്കാറ്റ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം വേദി ദുബായ്. ദുബായ്. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോ. ഓക്കെ, പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത ഫാക്റ്റിലേക്ക് പോകാം. അടുത്തതൊരു ആപ്പാണ്, അതിഥി ആപ്പ്. ആ പേര് തന്നെ ഉണ്ട്, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അതിഥി ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്? അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് വികസിപ്പിച്ച ആപ്പാണ് ഏത്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 333 രൂപയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ്? 333 രൂപ. 333 രൂപ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാ? ചക്കിട്ടപ്പാറ. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്, ചക്കിട്ടപ്പാറ. ബീഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഭിന്നശേഷി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി. ഭിന്നശേഷി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? ബീഡ്സ്. ബീഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആനകളുടെ സഞ്ചാരപാത ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ആനകളുടെ സഞ്ചാരപാത ട്രാക്ക് ചെയ്യാൻ വേണ്ടി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ഏത് സംസ്ഥാനം? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ
ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ സിംപ്ലി ഇങ്ങനെ തരും, ലീജൻ ഓഫ് ഓണർ പുരസ്കാരം എന്ന് തരും. അതിന്റെ ഫുൾ നെയിം ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകത്തിലാണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അടുത്ത ഫാക്ട്, ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം നിലവിൽ വരുന്നത് എവിടെ, സ്ഥാപിതമാകുന്നത് എവിടെ? കുലശേഖര പട്ടണത്താണ് ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കപ്പെടുന്നത്. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാ? പഥേർ പാഞ്ചാലി. സത്യജിത് റേ സംവിധാനം ചെയ്ത പഥേർ പാഞ്ചാലിയാണ് 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. അടുത്ത ഫാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ ദി വാക്സിൻ വാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ. സംവിധാനം വിവേക് അഗ്നിഹോത്രി ആണ് ദ വാക്സിൻ വാർ എന്ന ചിത്രത്തിന്റെ സംവിധാനം. കോവിഡ് മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനായി ഡെവലപ്പ് ചെയ്ത വാക്സിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ഏത്? ദ വാക്സിൻ വാർ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ. സംവിധാനം വിവേക് അഗ്നിഹോത്രി. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് മാസം 23 ആണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം, അടുത്ത ചോദ്യമാണ്, PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ഡേറ്റ് എന്നാണ്? ഓഗസ്റ്റ് 23. അപ്പൊ പറഞ്ഞ ഫാക്ട്, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് വികസിപ്പിച്ച ആണ് ഏത്? അതിഥി ആപ്പ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 333 രൂപയാണ് വേതനം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. ബീഡ്സ് ഭിന്നശേഷി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. എലിഫന്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് ജാർഖണ്ഡ് ആണ്. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ദാൽ തടാകമാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം നിലവിൽ സ്ഥാപിക്കപ്പെടുന്നത് കുലശേഖര പട്ടണത്തിലാണ്. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പഥേർ പാഞ്ചാലി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ ദ വാക്സിൻ വാർ. സംവിധാനം വിവേക് അഗ്നിഹോത്രി. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് മാസം 23. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് തന്നെ നോക്കി വെച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.